ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായതിനു ശേഷം ട്രംപ് ഒന്ന് വിശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അന്നു മുതൽ തുടങ്ങിയതാണ് രാജ്യങ്ങൾക്ക് തീരുവ സംബന്ധിച്ച് കത്തുകൾ അയക്കാൻ. ഇപ്പോഴത്തെ പകരച്ചുങ്കത്തിൽ പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഖ്യകക്ഷിയായ കാനഡയ്ക്ക് അയച്ച കത്തിലാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പുള്ളത്. ഓഗസ്റ്റ് 1 മുതൽ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 35% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അഭിസംബോധന ചെയ്ത കത്തിലാണ് തീരുമാനം അറിയിച്ചിട്ടുള്ളത്. പുതിയ പകരത്തീരുവ സംബന്ധിച്ച് 20-ലധികം രാജ്യങ്ങൾക്ക് ട്രംപ് കത്തുകൾ അയച്ചിരുന്നു. ഈ പരമ്പരയിൽ ഏറ്റവും പുതിയതാണ് കാനഡയ്ക്കുള്ള കത്ത്. കാനഡയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്ക തുടരുമെന്നും പുതുക്കിയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും ഇനിയുള്ള വ്യാപാര നടപടികളെന്നും ട്രംപ് അറിയിക്കുകയുണ്ടായി. അമേരിക്കയുമായി സഹകരിക്കുന്നതിന് പകരം കാനഡ സ്വന്തം താരിഫുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുകയുണ്ടായി. ഇത് ട്രംപിന് കാര്യമായി തന്നെ കൊണ്ടിരുന്നു. അതിന് പ്രകാരമാണ് പ്രതികാര നടപടിയുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുള്ളത്. കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഉയർത്തിയാൽ നിലവിലുള്ള 35% താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്ക വീണ്ടും പ്രതികരിക്കുമെന്നാണ് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ 1-ലധികം രാജ്യങ്ങൾക്ക് പുതിയ താരിഫ് ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധം രൂക്ഷമാക്കിയിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് കാനഡയ്ക്ക് മേലുള്ള 35% തീരുവ പ്രഖ്യാപനം. ചർച്ചകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിനായിട്ടാണ് ട്രംപ് വ്യാപാര പങ്കാളികൾക്കുള്ള താരിഫ് സമയപരിധി ഓഗസ്റ്റ് 1 വരെ നീട്ടിയത്. മാരകശേഷിയുള്ള ഫെന്റനിൻ എന്ന മയക്കുമരുന്ന് അനിയന്ത്രിതമായി അമേരിക്കയിലേക്ക് ഒഴുകുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതായി ആരോപിച്ചാണ് കാനഡയ്ക്ക് മേലും പകരത്തീരുവ ചുമത്തിയിരിക്കുന്നത്. കടുത്ത വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി നൽകുന്ന മരുന്നാണ് ഫെന്റനിൻ. ഹെറോയിനേക്കാൾ 50 മടങ്ങ് വീര്യമുള്ളതാണ് ഈ മരുന്ന്. എന്നാൽ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് ലഹരി ആവശ്യത്തിനായിട്ടാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് എത്തുന്നത് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇതിൻ്റെ പേരിലാണ് കാനഡയുമായുള്ള വ്യാപാര യുദ്ധം നടക്കുന്നത്. ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവൻ അപഹരിച്ച ഒരു സിന്തറ്റിക് ഒപ്പിയോയിഡാണ് ഫെന്റനിൻ. അമേരിക്കയിൽ ഏറ്റവും അപകടകരമായ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണിത്. തീരുവ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇതിനു പ്രതികാര ബുദ്ധിയോടുകൂടി രാജ്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങൾക്കും തോന്നുന്നത് പോലെ ട്രംപ് തീരുവ ചുമത്തിയിരുന്നു. ഇതിൽ വല്ലാത്ത രോഷമാണ് രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് 10% തീരുവ ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യയുമായി അടുത്തു തന്നെ വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ തീരുവ ചുമത്തൽ എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ നടപടിയോടുകൂടി എല്ലാ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് നേരെ തിരിയാൻ തന്നെയാണ് സാധ്യത. ആത്മാർത്ഥ സുഹൃത്തായ മസ്കിനെ അടക്കം ശത്രുവായി പ്രഖ്യാപിച്ച ട്രംപിന് അത് താങ്ങാനാകുമോ എന്ന് മാത്രം നോക്കിയാൽ മതി.